അഭിന്നം സ്വാഭാവ്യാത് ഗുണിശപരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ യം ശൈവാസമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി പതിവ് പോലെ 3 തവണ ഓങ്കാരം ജപിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഭൂഗോളത്തോളം വ്യാപിച്ച് ഈ സംയുക്ത ധ്വനി സർവ്വദിക്കിലും പ്രസരിച്ച് അതിൻ്റെ മംഗളസ്വാധീനം പ്രചരിപ്പിക്കണം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും അഭ്യുദയവും ഉണ്ടാവണം എന്ന് വിചാരിച്ച് ചെയ്യാം. ഹരിഹി ഹരിഹി ഹരിഹി. ഹരിഹി. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. സമദുഃഖസുഖഃ പൂർണ്ണഃ സമദുഃഖസുഖഃ പൂർണ്ണഃ സമദുഃഖസുഖഃ പൂർണ്ണഃ സമദുഃഖസുഖഃ പൂർണ്ണഃ ആശാനൈരാശ്യയോഃ സമഃ ആശാനൈരാശ്യയോഃ സമഃ സമജീവിതമൃത്യുഃ സൻ സമജീവിതമൃത്യുഃ സൻ ഏവമേവ ലയം വ്രജ ഏവമേവ ലയം വ്രജ ന തേ സംഗോസ്തി കേനാപി ന തേ സംഗോസ്തി കേനാപി കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി സംഘാതവിലയം കുർവൻ സംഘാതവിലയം കുർവൻ ഏവമേവ ലയം വ്രജ ഏവമേവ ലയം വ്രജ ഉദേതി ഭവതോ വിശ്വം ഉദേതി ഭവതോ വിശ്വം വാരിധേരിവ ബുദ്ബുദഃ വാരിധേരിവ ബുദ്ബുദഃ ഇതി ജ്ഞാത്വൈകമാത്മാനം ഇതി ജ്ഞാത്വൈകമാത്മാനം ഏവമേവ ലയം വ്രജ ഏവമേവ ലയം വ്രജ പ്രത്യക്ഷമപ്യവസ്തുത്വാത്
प्रत्यक्षमप्यवस्तुत्वात् विश्वं नास्त्यमले त्वयि विश्वं नास्त्यमले त्वयि रज्जुसर्प इव व्यक्तम् रज्जुसर्प इव व्यक्तम् एवमेव लयं व्रज एवमेव लयं व्रज समदुःखसुखः पूर्णः समदुःखसुखः पूर्णः आशानैराश्ययोः समः आशानैराश्ययोः समः समजीवितमृत्युः सन् समजीवितमृत्युः सन् एवमेव लयं व्रज एवमेव लयं व्रज एवमेव लयं व्रज एवमेव लयं व्रज നമ്മുടെ അധ്യാത്മ ജീവിതത്തിലും അധ്യാത്മശാസ്ത്ര പഠനത്തിലും വൈരാഗ്യത്തിന് വളരെ വലിയ ഒരു സ്ഥാനമുണ്ട്. നിങ്ങളെല്ലാവരും അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഈ വൈരാഗ്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഇടിച്ചു താഴ്ത്തുന്നതാണെന്നല്ല വിചാരിക്കേണ്ടത്. ഈ ലോകത്തിൻ്റെ പല വിധത്തിലുള്ള അനാശാസ്യ വശങ്ങളെയും നോക്കിക്കണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട് നമ്മുടെ മനസ്സിൽ ആകെ മൊത്തം തോന്നുന്ന ഒരു വിരാഗതയാണ് ഈ വൈരാഗ്യം. വൈരാഗ്യം കൊണ്ട് ഒരു മനസ്സിനുണ്ടാവുന്ന ശക്തി, ആത്മബലം അളക്കാൻ പറ്റാത്തതാണ്. നമ്മളുടെ യുദ്ധം ചെയ്യുന്ന പടക്കളമുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ വായിക്കും വീരമൃത്യു എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയുടെ ഉള്ളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അതിർത്തി സംരക്ഷണ സേന അവിടെ 24 മണിക്കൂറും കണ്ണുമിഴിച്ചിരിക്കുക. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ചില ആക്രമണങ്ങളും തകരാറുകളൊക്കെ വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ഈ അതിർത്തി സംരക്ഷണ സേന എന്താണ് ചെയ്യുന്നതെന്ന് കുറച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. വെടിയുണ്ടയുടെ മുമ്പിലേക്കാണ് അവരുടെ പോക്ക്. സുഹൃത്തുക്കളുടെ മുൻപിലേക്കല്ല, വെടിയുണ്ടയുടെ മുമ്പിലേക്കാണ്. ആ വെടിയുണ്ടയുടെ മുമ്പിലേക്ക് പോയാൽ എന്തുണ്ടാവും? അത് കൊണ്ടാൽ കഥ കഴിഞ്ഞു. അതിന് എത്ര സെക്കൻഡ് വേണം? വളരെ ചുരുക്കേ വേണ്ടൂ. അങ്ങനെയുള്ള ഒരു നിലയിൽ അവരെ എന്ത് ബലമാണ് മുമ്പിലേക്ക് പറഞ്ഞയക്കണത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്രത്തോളം വൈരാഗ്യമുണ്ടോ അത്രത്തോളമാണ് നമുക്ക് സുഖവും സന്തോഷവും ആത്മബലവും ശക്തിയുമൊക്കെ ഉണ്ടാവുക. മനസ്സിനുള്ള ശക്തി ദുഃഖസഹനം കൊണ്ടേ ഉണ്ടാവുള്ളൂ. സുഖവും സന്തോഷവും ധാരാളം അനുഭവിച്ചത് കൊണ്ട് മനസ്സിന് ഒരു ബലവും ഉണ്ടാവാൻ പോണില്ല, ദുർബലതയാണ് വരിക. ചെറിയ ഒരു കൊതു കടിച്ചാൽ പോലും അയ്യോ എന്ന് പറഞ്ഞ് ലഹള കൂട്ടും, സുഖമനുഭവിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുന്നവരെ. എത്രത്തോളം ദുഃഖം കൂടിയോ അത്രത്തോളം നമുക്ക് ശക്തി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ടാവണമെന്ന് ഞാൻ പറയല്ല, ദുഃഖസഹനം കൊണ്ട് മാത്രമേ മനസ്സിന് ശക്തി ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഇളക്കമില്ലാത്ത, മാറ്റിമറിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്, ഒരു പരമാർത്ഥമാണെന്ന്. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ വൈരാഗ്യം എന്നതിന് വലിയ സ്ഥാനമാണ്. ഇപ്പോൾ യോഗവാസിഷ്ഠ രാമായണം എടുത്തു നോക്കൂ. അതിൽ ആദ്യത്തെ പ്രകരണം എല്ലാം കൂടി 6 എണ്ണമാണ്. ആദ്യത്തെ പ്രകരണത്തിന് വൈരാഗ്യ പ്രകരണം എന്നാണ് പേര്. ശ്രീരാമനാണ് അവിടെ സംസാരിക്കുന്നത്. അത് മുഴുവനും കേട്ടതിന് ശേഷം രാമൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും അല്ലലും അലട്ടും എത്രയാണെന്ന് മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയത് മനസ്സിൽ വെച്ചുകൊണ്ട് വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞ് എല്ലാറ്റിനെയും തുടച്ചു മാറ്റത്തക്ക വിധത്തിലുള്ള ഉപദേശമാണ് കൊടുക്കുന്നത്. ആ ഉപദേശത്തിനുള്ള പ്രസക്തി ശ്രീരാമൻ്റെ വൈരാഗ്യ കഥനമാണ്. എന്തൊക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്നത്? കാര്യം രാമൻ എന്തു പറഞ്ഞോ, വസിഷ്ഠർ എന്ത് കേട്ടോ, സദസ്സ് എന്ത് കേട്ടോ എന്നുള്ളതിരിക്കട്ടെ. വാൽമീകി മഹർഷിയാണ് യോഗവാസിഷ്ഠ രാമായണം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ശ്രീരാമൻ്റെ ജീവിതകഥയും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ എഴുതിയിട്ടുള്ളതിൽ പ്രപഞ്ചത്തിലുള്ള വികലതകൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര വിശേഷപ്പെട്ടതാ! അതിലെ കുറച്ച് ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷവും വളരെയധികം സൗഭാഗ്യവും തോന്നും. ദുഃഖങ്ങൾ പ്രാവർത്തിക രംഗത്ത് അനുഭവിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. എന്നാൽ കഥാരൂപത്തിലോ ശ്രവണ രൂപത്തിലോ അത് നമ്മൾ അനുഭവിക്കുമ്പോഴോ മനസ്സിന് കൂടുതൽ സന്തോഷമുണ്ടാവുകയാണ്.
നമ്മുടെ ഭർതൃഹരി 3 ശതകങ്ങൾ എഴുതിയെന്ന് ഞാൻ പറയുണ്ടായി. അതിലെ അവസാനത്തെ ശതകത്തിന് പേര് വൈരാഗ്യ ശതകം എന്നാണ്. ആദ്യത്തേത് നീതി ശതകം, പിന്നത്തേത് ശൃംഗാര ശതകം, മൂന്നാമത്തതോ വൈരാഗ്യ ശതകമാണ്. അപ്പോൾ വൈരാഗ്യം ഓതിക്കൊണ്ടുള്ള 100 ശ്ലോകം ഭർതൃഹരി എഴുതിയെന്ന് വരുമ്പോൾ ആ വിഷയത്തിന് എത്രത്തോളം പ്രാബല്യവും സ്വാധീനവും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ഒരു ശ്ലോകം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഞാൻ വായിച്ച് പറയാം. നിങ്ങളെല്ലാവരും ഇത് പഠിക്കേണ്ടതാണ്. ഇത് എത്രത്തോളം ഉരുവിട്ട് പഠിച്ച് ആസ്വദിച്ച് ഓർമ്മ വയ്ക്കുന്നുവോ അത്രത്തോളം ഇഞ്ചായിട്ട് സെൻറ്റിമീറ്ററായി നിങ്ങളുടെ മനസ്സിന് ശക്തിയും സ്വാധീനവും കൂടിക്കൂടി വരും. ആദിത്യസ്യ ഗതാഗതൈരഹരഃ സംക്ഷീയതേ ജീവിതം വ്യാപാരൈർബഹുകാര്യഭാരഗുരുഭിः കാലോ ന വിജ്ഞായതേ ജ്ഞാത്വാ ജന്മജരാ വിപത്തിമരണം ത്രാസശ്ച നോത്പദ്യതേ. പീത്വാ മോഹമയീം പ്രമാദമദിരാം ഉന്മത്തഭൂതം ജഗത്. പീത്വാ മോഹമയീം പ്രമാദമദിരാം ഉന്മത്തഭൂതം ജഗത്. സാധാരണ ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരെ ആരും ഇഷ്ടപ്പെടില്ല. എങ്ങാനും കഴിക്കാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോണേ ചോദിച്ചാൽ ഒരാളെ കാണാനാണ് പോണേന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഞാൻ അല്പം മദ്യം കഴിക്കാനാണ് പോണേന്ന് പറഞ്ഞ് പോകുന്നവരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരെയും ഞാൻ കണ്ടു എന്നല്ല അർത്ഥം. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു കുറ്റബോധം എപ്പോഴുമുണ്ട്. ലഹരി പദാർത്ഥം അത് മനുഷ്യൻ്റെ മനസ്സിനെ താളം തെറ്റിക്കുന്നതാണ്. അപ്പോൾ ആർക്കും അതൊരു ഇഷ്ടമുള്ള പരിചയമല്ല. ദുരഭ്യാസം എന്നാണ് സംസ്കാര ഭാഷയിൽ പറയുക അതിന്. അപ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒരു ദുരഭ്യാസമാണ് ഈ മദ്യപാനവും ലഹരി പദാർത്ഥവും ഒക്കെ. ഇപ്പോൾ ഇവിടെ ഭർതൃഹരി പറയണു ലോകം മുഴുവനും മദ്യപിച്ചിരിക്കുകയാണെന്ന്. എന്ത് മദ്യ? പ്രമാദമതിരാം. പ്രമാദം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മ. നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും നടക്കണം. ആ നടക്കുന്ന കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് എടുക്കേണ്ട അനുഭവ പാഠങ്ങൾ എടുത്ത് നമ്മളെ സ്വയം ധന്യരും സമ്പന്നരും ശക്തരും പ്രബലരും ഉദ്ബുദ്ധരുമാക്കാൻ പരിശ്രമിക്കാതെ ഇരിക്കുമ്പോൾ അവരെന്താ പറയുക? അവർക്ക് എന്തോ ഒരു തകരാറുണ്ട്. ആ തകരാറാണ് ഉന്മത്തത. അതെങ്ങനെ വന്നു? പ്രമാദം എന്ന് പറയുന്ന ലഹരി പദാർത്ഥം കഴിച്ചിട്ടുണ്ട് എന്ന്. അപ്പം നമ്മളെല്ലാവരും ഈ പ്രമാദ ലഹരിക്ക് വിധേയരാണെന്ന്. എന്താ കാരണം? ഇതാ കേട്ടോളൂ. ആദിത്യസ്യ ഗതാഗതൈരഹരഃ സംക്ഷീയതേ ജീവിതം. നമ്മുടെ ജീവിതം പ്രതിദിനം എന്താ അതിന് സംഭവിക്കുന്നത്? ക്ഷയമാണ് സംഭവിക്കുന്നത്. ഈ ക്ഷയം സമ്പാദിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താ? ഭർതൃഹരി പറയാണ് ആദിത്യസ്യ ഗതാഗതൈരഹരഃ. ആദിത്യൻ പ്രതിദിനം കിഴക്കുദിക്കണു. ഇതാ അനൗൺസ് ചെയ്തുകൊണ്ട് ഇതാ ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞു കേട്ടോ, അതോ രാത്രി കഴിഞ്ഞു എന്നോ? എന്താ ആദിത്യൻ്റെ വരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ ചരിത്രമോ അതോ ഉള്ള ചരിത്രമോ? രാത്രി മുഴുവനും കഴിഞ്ഞു, പ്രഭാതമിതാ ഉദിച്ചു. ഓരോ സെക്കൻഡും നിങ്ങൾ എന്നെ നോക്കൂ, എനിക്ക് എന്ത് സംഭവിക്കും? ഞാനിങ്ങനെ ഉയർന്നതിന് ശേഷം താഴ്ന്ന് കടലിൻ്റെ ഉള്ളിലങ്ങ് പോകും. അങ്ങനെ പോകുന്നതോടുകൂടി ഇന്നത്തെ ദിവസം നടക്കും, കഴിഞ്ഞു, അവസാനിച്ചു. സോ ആദിത്യസ്യ ഗതാഗതൈഃ അഹരഃ. പ്രതിദിനം, ദിനം ആഫ്റ്റർ ദിനം, സംക്ഷീയതേ ജീവിതം. ആദിത്യൻ വന്നു പോകണമെന്നിരിക്കട്ടെ, ഇത് കാണുന്ന മനുഷ്യർക്ക് എന്താ സംഭവിക്കുന്നത്? സംക്ഷീയതേ ജീവിതം. ജീവിതം ക്ഷയിച്ചങ്ങോട്ട് പോവാണ്. ആദിത്യൻ വന്നു പോയത് കൊണ്ട് ആയുസ് വർദ്ധിക്കുന്ന ആരെങ്കിലും ഒരാളെ നിങ്ങൾ കാണിച്ചു തരാമോ? ആദിത്യൻ വന്നു പോണു, ആദിത്യൻ പിന്നെയും ഉദിക്കും. ഇന്ന് വന്നു പോയി, നാളെ ഉദിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പോയത് രണ്ടാമത് ഉദിക്കാൻ പോണില്ല. അത് ഒടുങ്ങന്നെയാണ് ചെയ്യുന്നത്. മരണത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. സംക്ഷീയതേ ജീവിതം വ്യാപാരൈഃ ബഹുകാര്യഭാരഗുരുഭിः കാലോ ന വിജ്ഞായതേ.
വെളിച്ചാവുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തിരക്ക്? ചൊടിയുള്ളവനും ഉത്സാഹമുള്ളവനും പല വിധത്തിലുള്ള കാര്യങ്ങളും ഗൗരവങ്ങളും ഇടപാടുകളുമാണ്. അതിന് വലിയ ഭാരവും വളരെയധികം നല്ല പോലെ ചുമതലയൊക്കെ ഉണ്ടാവും. അങ്ങനെ ചുമതലയുള്ള കൃത്യങ്ങളെല്ലാം ഒന്നൊന്നായി എടുത്ത് സമയം നോക്കി ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ദിനങ്ങൾ നീങ്ങി. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദിനം പോയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാലം തിരിച്ചു വരുന്നില്ല, പോയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാലോന യാതഃ വയമേവ യാതാഹ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വ്യാപാരൈർ ബഹുകാര്യഭാര ഗുരുഭിः കാലോന വിജ്ഞായതേ. ഓരോ ദിവസവും പോകുന്നത് നമ്മൾ ആരും അറിയുന്നില്ല അത്രേ. ഇനിയോ ജ്ഞാത്വാ ജന്മജരാ വിഭക്തി മരണം. നമ്മൾ എന്നും ഈ ലോകത്തിൽ കാണുന്നത് എന്താ? മനുഷ്യരിങ്ങനെ ജനിക്കുന്നു, ജരയിങ്ങനെ പിടിക്കുന്നു, പല വിധത്തിലുള്ള ആപത്തുകളും വിപത്തുകളും ഉണ്ടാവുന്നുണ്ട്. ഇന്ന് ആശ്രമത്തിൽ ഒരാൾ വന്നിട്ടുണ്ട്. അവർ കുറച്ച് ദിവസം മുമ്പ് വന്ന് താമസിച്ചിരുന്നു. ഇന്ന് 2 പെൺകുട്ടികളെയും സഹോദരിയെയും അമ്മയും ഒക്കെ കൂട്ടി വന്നിരിക്കുക. കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടില്ല. ഉച്ചയ്ക്കാണ് അവർ വന്നത്. അത് കഴിഞ്ഞ് സംസാരിച്ച് ഊണ് കഴിക്കാൻ പറഞ്ഞയച്ചു. എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് പറയാനുണ്ട്, ഇനിയൊരു ദിവസം വരാം, ഇപ്പോൾ വന്നവർക്ക് പോകാൻ തിരക്കുണ്ട് അത്രയെന്ന് പറഞ്ഞ് പോയി. അവരുടെ ഭർത്താവ് വണ്ടി ഓടിച്ച് ആ വണ്ടി ഇടയിലുള്ള ഭിത്തിയിൽ ചെന്ന് തട്ടി. അദ്ദേഹം ഉടനെ മരിച്ചു. 1.5 മണിക്കൂർ കൊണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അധികം വയസ്സൊന്നും ആയിട്ടില്ല. 2 പെൺകുട്ടികളെ പഠിപ്പ് മുഴുവനാവുന്നേ ഉള്ളൂ. ഇനിയും പാസ്സാവാനുള്ളൊരു കുട്ടിക്ക് അവരുടെ വിഷമം. അപ്പോൾ അവരുടെ മുഖം കണ്ടപ്പോൾ അങ്ങനെ സാധാരണ തകർന്ന ഒരു കൂട്ടത്തിലല്ല. ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം, പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ഈ ഓടിക്കാൻ ഇതിന് തടസ്സം പറഞ്ഞ് തടുക്കാത്തതായിരുന്നോ കാരണം എന്നൊക്കെ ചോദിച്ചു. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് നമ്മളങ്ങനെ വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ പ്രതിവർഷം ഓരോ വർഷവും 1 ലക്ഷം ജനങ്ങൾ അപകട മരണത്തിൽപ്പെടുന്നവരാണ്. മരണത്തിൽ കുറഞ്ഞ തകരാറുകൾ സംഭവിക്കുന്നവരുടെ സംഖ്യ വളരെ ഏറെയാണ്. 1 ലക്ഷം ജനങ്ങളാണ് ഇവിടെ നമ്മുടെ നിരത്തുകളിൽ വാഹനാപകടങ്ങൾ ഏറ്റ് മരിക്കുന്നത്. അപ്പം അങ്ങനെ മരണം എന്ന് പറയുന്നത് ഗതാഗതത്തിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് പൂജ്യമാക്കേണ്ടതാണ് നമ്മുടെ ചുമതല. എങ്ങനെ? വാഹനങ്ങൾ വേണ്ടതുപോലെ ശക്തമായി പരിശോധിച്ച് നിർത്തി, ഓടിക്കുന്നതിൽ ക്രമവും ക്രമീകരണവും പരിപാലിച്ച്, ട്രാഫിക് റൂൾസിനെ അതിനെ ഭേദിക്കാതെ ഈ ട്രാഫിക് റൂൾസ് നടപ്പിലാക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി ശുഷ്കാന്തിയോടുകൂടി ഇരുന്നാൽ ഒരപകടവും ഉണ്ടാവില്ല അവിടെ. അപകടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നിലോ വെഹിക്കിളിൻ്റെ ദുർബലത, അല്ലെങ്കിൽ ഓടിക്കുന്നവരുടെ ക്രമീകരണക്കുറവ്, ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ നിയമപാലകന്മാരിൽ വന്നിട്ടുള്ള അയവ്. ഇതല്ലാതെ ഒരു കാരണം കൊണ്ട് യാതൊന്നും വരില്ല. റോഡങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് എത്രത്തോളം തിരിവുണ്ടോ അതനുസരിച്ച് അതിന് അകലം വേണം. ആ അകലത്തിന് ഒരു ലിമിറ്റൊക്കെ വേണം. റോഡ് അല്പം ചെരിഞ്ഞിരിക്കണം, വേണ്ടത്ര വിസ്താരം കൊടുക്കണം. ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇത്തിരി അപകടക്കാരനാണ്. ഇപ്പം അവിടെ ഒരപകടവും ഉണ്ടാവണില്ല. റോഡിന് ധാരാളം വീതി കൊടുത്തു, നല്ല ചെരുവും കൊടുത്തു, സുദീർഘമായിരിക്കുന്ന ഒരു ചെരുവാണ്. ഒരപകടവും ഇപ്പോൾ അവിടെ കാണാറില്ല. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാവും. ഈ അപകടങ്ങൾ നമ്മളുണ്ടാക്കിയ റോഡിൽ ഉണ്ടാവുമ്പോൾ അതിന് നമ്മൾ തന്നെയല്ലേ ഉത്തരവാദികൾ? അതിനെന്തിനാണ് ഭഗവാനെ കൊണ്ടുവരുന്നത്? അയാളുടെ ആയുസ് ഒടുങ്ങിയത് വേറെ എന്തോ കാരണമാണെന്ന് എന്തിനു പറയുന്നു? അത് ട്രാഫിക് തന്നെയാണ് അതിന് കാരണം, വേറെ ഒരു വിധവുമില്ല. ഈ മണ്ണ് ഭഗവാൻ തന്നതാ, ഭൂമി ഈശ്വരൻ തന്നതാണ്, പ്രകൃതിയുടെ സൃഷ്ടിയാണ്. അതിലുള്ള റോഡുകളൊക്കെ നമ്മൾ സൃഷ്ടിച്ചതാണ്, വാഹനങ്ങളോ നമ്മളുണ്ടാക്കിയതാണ്, ട്രാഫിക് റൂൾസോ നമ്മൾ രചിച്ചതാണ്, അത് നടപ്പിലാക്കുന്നതോ അതും നമ്മളാണ്. എല്ലാം നമ്മളായിരിക്കെ അപകടം വരുമ്പോൾ മാത്രം ഭഗവാന്റെ അവിടേക്ക് നോക്കേണ്ട ആവശ്യം എന്താ? അപ്പം അങ്ങനെയൊക്കെ വരും, സ്വാഭാവികമാണ്. അത് ഒഴിവാക്കാൻ പരിശ്രമിക്കണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്വീകരിക്കുകയാണ് അതിനുള്ള വഴി. എത്തരം അപകടവും എത്തരം വിഷമവും സ്വീകരിച്ച് അതിനെ സംലയിപ്പിക്കാനുള്ള ശക്തി മനസ്സിനുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അങ്ങനെ ആക്കിത്തരാം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. We do not invite dangers and calamities. We don't like them also. But once for any reason whatsoever calamities have overtaken us, we should squarely accept the episode, accept the development. And after accepting the development, we should be able to sublimate them and get enriched by the development. Our mind should be empowered and strengthened
and we must be able to go forward with greater determination, resolve, and a deep sense of harmony and integration. This is what we have to do every time. അങ്ങനെ ജീവിതം സദാ ഉന്നമനകരമായിരിക്കണം, മേപ്പോട്ട് പോകണം. ജ്ഞാത്വാ ജന്മജരാ വിഭക്തി മരണം. ജനങ്ങളിങ്ങനെ ജനിക്കണു, ജരാനര പിടിപെടണു, ആപത്തുകളും വരണു. ഇതിങ്ങനെ മാറി മാറി കണ്ടും പേപ്പറിലും മറ്റു പ്രകാരത്തിലും വായിച്ചിട്ടും ത്രാസശ്ചനോത്പദ്യതേ, ഒരു വിധത്തിലുള്ള പേടിയോ ഭയമോ ലജ്ജയോ ആശങ്കയോ നമുക്കുണ്ടാവുന്നില്ല എന്ന്. ഇതാണ് ഭർതൃഹരിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താ കാരണം? നമ്മുടെ മുമ്പിൽ നടക്കുന്ന വസ്തുതകളെ വേണ്ടതുപോലെ മനസ്സിലാക്കി അതിൽ നിന്നുള്ള അറിവും ധന്യതയും നാം വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ എന്താ അതിനർത്ഥം? പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത്. എല്ലാവരും പ്രമാദം എന്ന് പറയുന്ന മധുര ധാരാളം കഴിച്ച് ഉന്മത്തരായിരിക്കുകയാണ്. നാല് ഭാഗത്തും നടക്കുന്ന സ്ഥിതിഗതികളെ, അപകടങ്ങളെ വേണ്ടതുപോലെ വിലയിരുത്തി അതിൽ നിന്ന് തക്ക ധന്യതയും തയ്യാറെടുപ്പും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി ജീവിതത്തെ കൂടുതൽ സമ്പന്നവും സാർത്ഥകവുമാക്കാൻ പറ്റാതെ വരുന്ന പരാജയമുണ്ടല്ലോ, ഈ പരാജയത്തിന് എന്തു പറയണം? എല്ലാവരും മോഹിതരാണ്. ഈ ഒരു ശ്ലോകം നിങ്ങൾ ധാരാളം ചൊല്ലി അതിൽ നിന്നുള്ള പാഠങ്ങൾ, അതിനനുസരിച്ച മനോവൃത്തികൾ, ഇത് ചൊല്ലുക എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ മനസ്സിൽ ഈ ശ്ലോകത്തിന് പ്രതിഷ്ഠിക്കുക എന്നർത്ഥമാണ്. അപ്പം മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ മനസ്സിന് ആ ധന്യത വരും. നിങ്ങൾ എന്തെങ്കിലും പോഷകങ്ങൾ ഭക്ഷണ രൂപത്തിലോ മറ്റു രൂപത്തിലോ കഴിച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ സ്വാദ് നാവിന് കിട്ടുകയായിരിക്കാം. ആമാശയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ദഹന പ്രക്രിയയ്ക്ക് വിധേയമാണത്. അങ്ങനെ ദഹിച്ച് പല വിധത്തിലുള്ള രസങ്ങളോടും ദ്രാവകങ്ങളോടും കൂടി ചേർന്ന് നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് രക്തം രൂപഭേദപ്പെടുകയാണ്. അതേപോലെയാണ് ഈ വക കാര്യങ്ങൾ ചൊല്ലി ചൊല്ലി അതിനെ നുണഞ്ഞ് അതിൽ നിന്നുള്ള അർത്ഥവും അമൃതമെല്ലാം നുകർന്നാൽ നമ്മുടെ മനസ്സിൻ്റെ മനോവൃത്തികൾ തന്നെ മാറും. ഇതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ആദിത്യസ്യ ഗതാഗതൈരഹരഹ സംക്ഷീയതേ ജീവിതം വ്യാപാരൈർബഹുകാര്യഭാരഗുരുഭിः കാലോ ന വിജ്ഞായതേ ജ്ഞാത്വാ ജന്മജരാ വിഭക്തി മരണം ത്രാസശ്ചനോത്പദ്യതേ പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത്. ഒരു നല്ല ഒബ്സർവേഷനാണ്. I think it is one of the best observations that a poet can think of making about our life and the interactions with the widespread world over which we have practically no control whatsoever. ഇങ്ങനെ പല വിധത്തിലുള്ള മൂല്യാങ്കണങ്ങൾ, നിരൂപണങ്ങൾ നമ്മുടെ കവിതകളിൽ കാണാം. അറിവുള്ളവർ അതിനുവേണ്ടി സമയം ചെലവ് ചെയ്ത് എഴുതി ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് 6-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഈ 6-ാമത്തെ അധ്യായം ജനകൻ പറയുന്നതോ അതോ അഷ്ടാവക്രൻ പറയുന്നതോ എന്നുള്ളതിനെ പറ്റി പലരിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അഷ്ടാവക്ര മഹർഷി തന്നെ പറഞ്ഞതിന് മുകളിൽ പിന്നെയും പറയുകയാണോ, അതോ ഇതിന് മുൻപ് അഷ്ടാവക്ര മഹർഷി പറഞ്ഞത് കേട്ട് തനിക്കുള്ള അഭിപ്രായവും അനുഭവവും ജനകൻ പറഞ്ഞതോ എന്നുള്ള വ്യത്യാസമുണ്ട്. അതെന്തോ ആവട്ടെ, ഇത് ജനകൻ പറഞ്ഞതാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം ഒരു നിലയ്ക്ക് സംവാദ രൂപത്തിലാണ്. ഒരാൾ പറയുന്നു, പിന്നെ ഒരാൾ കേൾക്കുന്നു. ഇപ്പോൾ ഭഗവത്ഗീതയാണെങ്കിൽ അർജുനൻ ചോദിച്ചു, അല്ലെങ്കിൽ ചോദിക്കാതെ കൃഷ്ണൻ പറയാൻ തുടങ്ങി. പറഞ്ഞത് കേട്ട് അർജുനന് സംശയം വന്നു, ചോദ്യങ്ങൾ വന്നു, അത് ഉന്നയിച്ചു, അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ ചോദ്യവും ഉത്തരവും ഉത്തരത്തിന് പുറമേ ഉത്തരവും ഇങ്ങനെ ആയിട്ടാണ് 18 അധ്യായം 700 ശ്ലോകങ്ങളുള്ള ഗീത നമ്മുടെ മുൻപിലുള്ളത്. ഇതേമാതിരി തന്നെയാണ് 24 അധ്യായവും 1000 ശ്ലോകങ്ങളുമുള്ള ഉദ്ധവഗീത. ഉദ്ധവനും കൃഷ്ണനുമായിട്ടുള്ള സംവാദം. കൃഷ്ണൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 ഗീതയാണ്. ഒന്ന് അർജുനന് പറഞ്ഞ ആ അർജുനന് ഉപദേശിച്ച ഗീത, അതിന് ഭഗവത്ഗീത എന്നൊരു പേര് വന്നിട്ടുണ്ട്. അതേമാതിരി ഉദ്ധവന് ഉപദേശിച്ചതിന് ഉദ്ധവഗീത എന്നാണ് പറയുന്നത്.
അതിന് കൃഷ്ണഗീത എന്ന് പറയാറില്ല. ഒന്ന് പെട്ടെന്ന് പടക്കളത്തിൽ വെച്ച് ഉപദേശിച്ചതാണ്, പട ചെയ്യിക്കാൻ വേണ്ടി. പിന്നെയൊന്നോ ജീവിതം മുഴുവനും അവസാനിച്ചു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, മടങ്ങിപ്പോവാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ ബ്രഹ്മാവും കൂട്ടരും വന്ന് ഓർമ്മപ്പെടുത്തി ശരിയെന്ന് പറഞ്ഞ് തൻ്റെ കുലത്തിനെ കൂടി നശിപ്പിക്കാം. അവർ വളരെയധികം ഗർവോടുകൂടി ഇരിക്കുകയാണ്. ഞാനുള്ള സമയത്ത് ഞാൻ പറയാനുണ്ട്, അവർ കേൾക്കും. ഞാൻ പോയിക്കഴിഞ്ഞാൽ അവരോട് പറയാൻ ആരും ഉണ്ടാവില്ല, അവർ കേൾക്കൂല. അങ്ങനെ വന്നാൽ സമുദ്രം കരകവിഞ്ഞൊഴുകിയാൽ, ആ ഉപ്പുവെള്ളം ഭൂമിയിലൊക്കെ പരന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ സമാജം നഷ്ടപ്പെട്ടു പോവും. ആ ഒരു ദുരന്തത്തിന് വഴിവെക്കാതെ ഞാൻ തന്നെ അവരെ തമ്മിൽ തല്ലിപ്പിച്ച് അതിൻ്റെ ഭാഗമായി ഞാനും മരിച്ചു കളയാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ അയച്ചിരിക്കുക. അപ്പോഴാണ് ഉദ്ധവൻ ചെന്ന് അങ്ങ് പോവുകയാണെങ്കിൽ എന്നെയും കൂട്ടിക്കൊണ്ടു പോണേ എന്നൊരു അഭ്യർത്ഥന. നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്തിഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. പക്ഷേ ഉദ്ധവൻ പറഞ്ഞ മാതിരി ഉദ്ധവനും കൃഷ്ണനും തമ്മിൽ വളരെ അടുത്ത പഴക്കമായിരുന്നു. കൃഷ്ണൻ അഴിച്ചിട്ടുള്ള വസ്ത്രമാണത്രേ ഭക്തി കൊണ്ട് ഉദ്ധവൻ ധരിക്കാറുള്ളത്. കൃഷ്ണൻ്റെ ഉച്ഛിഷ്ടമാണത്രേ കഴിക്കാറുമുള്ളത്. അത്ര അടുപ്പമാണ്. എവിടെ പോകുമ്പോഴും ഉദ്ധവനെ കൂട്ടിക്കൊണ്ടു പോകും. കൃഷ്ണൻ ചെയ്യാൻ പുറപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നിലും ഒരു സംശയമോ ഒരു ചോദ്യമോ ഉദ്ധവൻ്റെ മനസ്സിലില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഉദ്ധവൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കൃഷ്ണൻ പ്രവർത്തിക്കാറുമുണ്ട്. അങ്ങനെ അടുപ്പമുള്ള ഉദ്ധവനാണ് അങ്ങ് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് സാധിക്കുക? ഒരാൾ മരിച്ചു പോകുമ്പോൾ പിന്നെ ഒരാളെ കൊണ്ടുപോകാൻ പറ്റുമോ? മരണത്തിലൊരു പോക്കുണ്ടോ? പോക്കുണ്ടെങ്കിൽ പിന്നെ ഒരാളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? ഒരാൾക്ക് ശേഷം പിന്നെ ഒരാളെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഇരട്ടപ്രസവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോകുമ്പോൾ മരിക്കുന്ന ആളിടോ താനും വരിക, തന്നെയും കൂട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സംഭവിക്കാറുണ്ടോ? ഇല്ല. അപ്പം ആ ചോദ്യം ഒരു തരത്തിലുള്ള മോഹം കൊണ്ട് ജനിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കൃഷ്ണൻ അതിന് പകരം മസ്സലായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞു. ഉദ്ധവൻ്റെ വിഷമം എന്താ? ഞാൻ പോയാൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നല്ലേ സമ്മതിച്ചു. ഞാൻ എങ്ങനെയായാലും പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, എന്നെ വിട്ടിട്ട് ഉദ്ധവൻ തന്നെ പോയി കളയൂ. അപ്പോൾ പിന്നെ വിഷമമുണ്ടെങ്കിൽ തന്നെ എനിക്കല്ലേ. എന്നെ വിട്ട് ഉദ്ധവൻ പോവൂ, ബദരികാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്യൂ, എന്നെ മനസ്സിലും പുറത്തും കണ്ടുകൊണ്ട് കൂടൂ. അളകനന്ദയിൽ ചെന്ന് കുളിച്ച് ആ കുളിലുള്ള കാറ്റേറ്റ് കൃഷ്ണദർശനവും കൃഷ്ണമനനവും മാത്രമായി ശരീരം വീഴുന്നത് വരെ അവിടെ കൂടൂ. അത് സാധിക്കും മനസ്സിന് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞാൽ ഉടനടി ഞാൻ ചെയ്യേണ്ടവനാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിലുള്ള വ്യാമോഹമാണ് അതിന് കാരണം. കൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയി ആവേശ്യ മനഃസമ്യക് സമദൃക് വിചരസ്വഗാം. ഒരു ഭക്തനോട് പറഞ്ഞതാണിത്. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. സ്വജനങ്ങളോടുള്ള സ്നേഹവും ആ ബന്ധുത്വവും എല്ലാം അങ്ങോട്ട് വിട്ടുക, എല്ലാം വിടുക. ദ്വാരക വിടുക, കൃഷ്ണനെയും വിടുക, സ്വഗൃഹവും ഗൃഹബന്ധങ്ങളെയെല്ലാം വിട്ട് ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയി ആവേശ്യ മനഃസമ്യക്. മനസ്സിലെ കൃഷ്ണനെയാണല്ലോ ഇപ്പോൾ വലിയ ആശ്രയവും സ്നേഹവും ഒക്കെ. ആ കൃഷ്ണനെ മനസ്സിലങ്ങോട്ട് നിർത്തുക. സമദൃക് വിചരസ്വഗാം. എന്നിട്ട് ആ കൃഷ്ണനെ മനസ്സിൽ നിർത്തിയാൽ കാണുന്നതൊക്കെ കൃഷ്ണമയമായി തീരും. അങ്ങനെ ഈ കാണുന്നത് മുഴുവൻ കൃഷ്ണമയമായി സമദർശനത്തോടുകൂടി ഈ ഭൂമിയിൽ സഞ്ചരിക്കൂ, ബദരികാശ്രമത്തിൽ ചെന്നിരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഉദ്ധവൻ പറഞ്ഞത്, അയ്യോ അങ്ങ് പറഞ്ഞാൽ അത് കേട്ട ഉടനെ അനുസരിക്കേണ്ടവനാണ് ഞാൻ. പക്ഷേ എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തു വേണം? അങ്ങ് അനുസരിപ്പിക്കപ്പറ്റിയ തരത്തിൽ എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞ് ഉപദേശം ചോദിക്കുക. എല്ലാറ്റിനും അവസാനമുള്ളത് ഉപദേശമാണ്. നമ്മുടെ ബുദ്ധിയെ ഉദ്ബുദ്ധമാക്കുക, പ്രബുദ്ധമാക്കുക, മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ പരിഹരിക്കുക. എന്നിട്ട് സ്ഥിരചിത്തതയോടുകൂടി എന്ത് വേണമോ ഏത് കാലത്തും അതങ്ങോട്ട് ചെയ്യാൻ നമുക്ക് ശക്തിയും ബുദ്ധിയും തയ്യാറും എല്ലാം വേണം. ഇത് സാധ്യമാണ്. അങ്ങനെ നമ്മുടെ ഉൾവ്യക്തിത്വത്തെ സജ്ജമാക്കുന്നതിനാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും ഓരോ സംഭവവും ഉപയോഗിക്കേണ്ടത്. ഒന്നും ഇവിടെ അധികം പറ്റില്ല, ഒക്കെ ആവശ്യമുള്ളതാണ്. പുറത്ത് എന്ത് നടന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല.
ആ നടന്ന സംഭവത്തെ സ്വാംശീകരിച്ചും സമീകരിച്ചും ആത്മസാത്കരിച്ചും എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ശക്തിയും അതിനുള്ള സന്നദ്ധതയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നേ ഉള്ളൂ. ആ ഉദ്ധവഗീതയാണ് ഈ ശ്രീമദ് ഭാഗവത പരിവ്രജനം എന്നുള്ള പേരിൽ ഓരോ കൊല്ലത്തിൽ ഓരോ പുസ്തകം വീതം ആദ്യം മുതൽക്ക് 16 പുസ്തകം എഴുതി ശ്രീമദ് ഭാഗവതം മുഴുവനാക്കിയല്ലോ. അതിൽ ആ ഉദ്ധവൻ്റെ ഉപദേശം വന്നപ്പോൾ ഓരോ ശ്ലോകത്തിനും അർത്ഥവും വിവരണവും എഴുതിക്കൊണ്ടാണ് ഞാൻ പോയത്. മറ്റതങ്ങനെയല്ല. സംക്ഷിപ്തമായി കുറച്ച് ശ്ലോകങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൊടുക്കും, ഒരു മൂല്യനിരൂപണം ചെയ്യും. ഇതങ്ങനെയല്ല. ഉദ്ധവനുള്ള ഉപദേശം ശ്രീകൃഷ്ണൻ്റെ അന്തിമോപദേശമായതുകൊണ്ട് അതിൽ ഓരോ ശ്ലോകത്തിനും അർത്ഥം കൊടുത്ത് വിവരണവും നൽകിയിട്ടുണ്ട്. നമ്മളുടെ കൗണ്ടറിലുണ്ടത്. നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ഭഗവത്ഗീത വിധിയാണെങ്കിൽ ഉദ്ധവഗീത വിധി ശേഷമാണെന്നാണ് അറിവുള്ളവർ പറയുക. ഭഗവത്ഗീതയിലില്ലാത്ത പല സംഗതികളും ഉദ്ധവഗീതയിലുണ്ട്. ഉദ്ധവനെ ഉപദേശിച്ച ആ ഭാഗത്തിൽ നമ്മുടെ വിശാലമായ ഭാരതഭൂമിയിൽ എന്തെല്ലാമാണോ ഇവിടെ സംസ്കാര രൂപത്തിൽ ആചാര അനുഷ്ഠാന രൂപത്തിൽ കാണുന്നത് അത് മുഴുവനും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഞാനത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷ്ണൻ എന്നോ പ്രതിപാദിച്ചതാണ്. ഒരു 5100 കൊല്ലം മുൻപ് പ്രതിപാദിച്ചതാണ് ഈ സംഭവങ്ങൾ മുഴുവനും. ആ സംഭവങ്ങൾ ഈ 5000 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ ഭൂമിയിൽ സംസ്കാര രൂപേണ എവിടെ നോക്കിയാലും അവിടെ ഇങ്ങനെ കാണാമല്ലോ. എങ്ങനെയാണ് ഈ സംസ്കാരം നമ്മുടെ ജനങ്ങളിൽ വ്യാപിപ്പിച്ചത്, പ്രസരിപ്പിച്ചത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇന്നിവിടെ പല സംസ്ഥാനങ്ങളും പല രാഷ്ട്രീയ ഐഡിയോളജിയാണ് ഇവിടെ ഭരിക്കുന്നത്. ഒരു ഐഡിയോളജിക്ക് ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഇനി ഒരു സംസ്ഥാനത്തിലേക്ക് പോകാൻ എളുപ്പമല്ല. ഇത്രയൊക്കെ നമുക്ക് വാഗ്വിനിമയം പലതുമുണ്ട് നമ്മുടെ കയ്യിൽ, എന്നാലും സാധിക്കുന്നില്ല. അനവധി ഭാഷയുമാണ് ഇവിടെ. ചൈനക്കാർക്കാണെങ്കിൽ ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തതിൻ്റെ പേരിൽ വളരെയധികം ഉണ്ട്. ഇന്ത്യയെ പറ്റിയിട്ടും എനിക്കുള്ള അഭിപ്രായം ഇന്നല്ലെങ്കിൽ നാളെ എത്രയും വേഗം നമ്മൾ ഒരു ഭാഷ ഇവിടെ ഡെവലപ്പ് ചെയ്യണം. ആര് ഏത് ഭാഗത്ത് എന്ത് സംസാരിച്ചാലും അത് ഭാരതത്തിലുള്ള ജനങ്ങൾക്ക് ഏത് സ്ഥലത്തിൽ നിന്നും അത് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഒരു ഏകീകൃതമായ ഭാഷ നമുക്കിവിടെ ഉണ്ടായേ തീരൂ. അതാരും അങ്ങനെ വിട്ടുകളയരുത്. ഭാരത നിർമ്മാണത്തിലും ഭാരതത്തിൻ്റെ ഐക്യദാർഢ്യതയിലും പെട്ടതാണ് ഈ ഏകഭാഷ എന്ന് പറയുന്നത്. അവരവർക്ക് പ്രാന്തീയമായിരിക്കുന്ന ഭാഷയുണ്ടായിക്കോട്ടെ, ആ ഭാഷയോടൊപ്പം നമ്മുടെ കുട്ടികളെ പുതിയൊരു ഭാഷ പഠിപ്പിക്കാൻ ഒരു വിഷമവുമില്ല, എളുപ്പമാണ് നടക്കാൻ. ഈ സംസ്കൃത ഭാഷ എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ആശ്രമത്തിൽ അടുത്ത കാലത്ത് ഒരു കുട്ടി വന്നു വടക്കേ ഇന്ത്യയിൽ നിന്ന്. അവൻ സംസ്കൃതം പഠിപ്പിക്കുന്ന കുട്ടിയാണ്. 10 ദിവസം കൊണ്ട് നിങ്ങളെ സംസ്കൃതം പഠിപ്പിക്കും, സംസ്കൃതത്തിൽ സംസാരിക്കാനാകും. നമ്മൾക്കിപ്പോൾ പുസ്തകം നോക്കി ചൊല്ലുമ്പോൾ ഗച്ഛതി ഗച്ഛതഃ ഗച്ഛന്തി എന്നൊക്കെ പറയുമ്പോൾ വലിയ വിഷമമാണ്, നമ്മൾ തന്നെ ചൊല്ലിയിട്ട് വേണം. പക്ഷേ 4 ഭാഗത്തും സംസ്കൃത പദങ്ങളിങ്ങനെ കേട്ട് കാതിൽ വരുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന മാതിരി നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ആലോചിച്ച് പദങ്ങൾ ഉണ്ടാക്കണ്ട, പദങ്ങൾ നമ്മൾ കേട്ടത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒരു ഭാഷയും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം നിങ്ങൾ പറയരുത്. ആ ഭാഷ കേൾക്കാൻ തുടങ്ങിയ 10 ദിവസം കൊണ്ട് നമ്മൾ സംസാരിച്ചു തോന്നും, അത് തന്നെ കേൾക്കണം. അപ്പോൾ 2 മണിക്കൂർ വീതം പഠിപ്പിച്ചാൽ ഒരാൾ ഒരു ശിബിരം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് സംസ്കൃത ഭാഷയിൽ ഒരു എഴുത്തെഴുതിയിരിക്കുന്നു, ഞാനും അതിന് മറുപടി അയക്കാൻ നിൽക്കുകയാണ് സംസ്കൃത ഭാഷയിൽ തന്നെ. അപ്പോൾ അത്ര ഒരു ഭാഷ നമുക്കിവിടെ ഉണ്ടാവണം എന്നുള്ളത് ആവശ്യമാണ്. അത് വളരെ വളരെ അത്യാവശ്യമാണ് നമുക്ക്. വളരെ പ്രധാനം എന്ന് എത്ര പറഞ്ഞാലും പോരാ. അപ്പോൾ ഈ കൃഷ്ണൻ സംസാരിച്ചു വെച്ചിരിക്കുന്നു ഭാരതത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ മുഴുവനും. എന്താണ് ക്ഷേത്രം, ക്ഷേത്രത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് നല്ല പ്രദേശം, എവിടെയാണ് കൃഷ്ണമൃഗം ഉണ്ടാവുക, പോയി താമസിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ ഏത് സ്ഥലമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, ഏതെങ്കിലും പുഴയുടെ വക്കോ ക്ഷേത്രങ്ങളുള്ളതോ മഹാജനങ്ങൾ വന്നു പോയിട്ടുള്ളതോ, ഇങ്ങനെ നല്ലതെന്താ ചീത്തയെന്താ, അങ്ങനെ എല്ലാ കാര്യത്തിലും അതിൽ ചില ഭാഗങ്ങൾ വരുമ്പോൾ ഞാനതിന് വിവരണം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മലേഷ്യയിലാവും, ചിലപ്പോൾ അമേരിക്കയിലാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്തുള്ളവരോട് ഞാൻ പറയുകയാണ്, നോക്കൂ, നമ്മുടെ ഈ ഹിന്ദുധർമ്മം എന്ന് പറയണത് ഇത്രയധികം യുക്തിസഹമാണോ? Is the so-called Hinduism or Hindu Dharma or Sanatana Dharma of our land
so rational, stunningly, lightningly rational. Everything is rational there. Everything is scientific there. The whole of scientificness you can find in Uddhava Gita, especially towards the last portions. What all things he says. Ultimately, Krishna also takes you to a stage where you are totally indifferent to the whole concept of plurality. Everything becomes singular and one alone, by virtue of the overwhelming experience of oneness of your own mind. നമ്മുടെ മനസ്സ് പൂർണ്ണമായാൽ ലോകത്തിലുള്ളത് മുഴുവൻ പൂർണ്ണമാണ്. നമ്മുടെ മനസ്സ് അപൂർണമായാൽ പൂർണ്ണമായതുപോലും അപൂർണമാണ്. ആ മനസ്സിനാണ് നമുക്ക് ചികിത്സ, മനസ്സിനാണ് എല്ലാം. മനസ്സിനെ ചികിത്സിച്ച് ഈ ലോകത്തിൽ നോക്കൂ, ഒരു വിധത്തിലുള്ള അപാകതകളും ഈ ലോകത്തിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ കൃഷ്ണൻ പറഞ്ഞ് ധരിപ്പിക്കുക. അതാണ് നമ്മളിവിടെ ഉദ്ധവഗീത എന്നുള്ള പേരിൽ 4-5 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് മനുഷ്യർക്ക് മനസ്സിലാവത്തക്ക വിധത്തിൽ ഇവിടെ പറയണത് ഇതാണ് ഉദ്ധവഗീത എന്ന്. നിങ്ങൾ എല്ലാവരും വായിക്കേണ്ടതാണ്. മനുഷ്യരാണെങ്കിൽ വായിക്കണം ഈ ഉദ്ധവഗീത. ഭഗവത്ഗീതയിൽ അത്ര വിവരങ്ങളില്ല, വിവരം വളരെ കുറവാണ്. അത് കുറേയൊക്കെ ദാർശനികമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കൃഷ്ണൻ ഉപദേശത്തിൽ ദാർശനികത്വം ഇല്ല എന്നല്ല, പല വിധത്തിലുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ വളരെ വിശദമാക്കി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഊണ് കഴിക്കണം, ഏതു തരം ഊണാണ് നല്ലത്, എവിടെ താമസിക്കണം, ഏത് പ്രദേശമാണ് നല്ലത്, പൂജകളുടെ അർത്ഥം എന്ത്, വിവിധ പൂക്കൾ എടുക്കുന്നതിന് എന്താണ് പ്രത്യേകത, എല്ലാം ഉണ്ടതിൽ. വിഗ്രഹാരാധന, ആ വിഗ്രഹാരാധനയിൽ എന്തായിരിക്കണം നിങ്ങളുടെ സമീപനം, ആരാധനയിൽ നിർത്താനാണോ അതോ ആരാധിച്ച് ആരാധകൻ്റെ മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് എല്ലായിടത്തിലും ഭഗവാനെ കണ്ട് നടക്കാനാണോ? ഈ വക കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കേണ്ടതാണ്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ശരിയായിട്ടുള്ള എസൻസ്, സാരാംശവും അതിൻ്റെ വിശേഷവശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര വിശേഷപ്പെട്ടതാണ്. ഇതൊക്കെ സംവാദ രൂപത്തിലാണ്, എല്ലാം സംവാദ രൂപത്തിലാണ്. അതേമാതിരി ഒരു സംവാദമാണ് ഇവിടെ അഷ്ടാവക്രനും ജനകനുമായി നടക്കുന്നത്. അപ്പോൾ ഈ അധ്യായം ജനകൻ പറഞ്ഞോ അതോ അഷ്ടാവക്ര മഹർഷി പറഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് അത്ര വലിയ പ്രസക്തിയില്ല. ആര് പറഞ്ഞാലും കൊള്ളാം, പറഞ്ഞത് ശരിയാണല്ലോ. ഇതാ നമ്മൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആകാശവദനം തോഹം ഘടവത് പ്രാകൃതം ജഗത് ഇതി ജ്ഞാനം തഥൈതസ്യ നത്യാഗോ നഗ്രഹോലയഃ. ആകാശവദനം തോഹം ഘടവത് പ്രാകൃതം ജഗത് ഇതി ജ്ഞാനം തഥൈതസ്യ നത്യാഗോ നഗ്രഹോലയഃ. ദാ ചൊല്ലിക്കോളൂ. ആകാശവദനന്തോഹം. ആകാശവദനന്തോഹം. ഒന്ന് ചൊല്ലു അപ്പ, നല്ല ഉത്സാഹത്തോടു കൂടി. ആകാശവദനന്തോഹം. ആകാശവദനന്തോഹം. ഘടവത് പ്രാകൃതം ജഗത്. ഘടവത് പ്രാകൃതം ജഗത്. ഇതി ജ്ഞാനം തഥൈതസ്യ. ഇതി ജ്ഞാനം തഥൈതസ്യ. നത്യാഗോ നഗ്രഹോലയഃ. നത്യാഗോ നഗ്രഹോലയഃ. 5-ാമത്തെ അധ്യായത്തിൽ 4 ശ്ലോകത്തിലും ജനകൻ ഉപദേശിച്ചത് എന്താ? ഏവമേവ ലയം വ്രജ എന്നാണ്. ഇങ്ങനെ ചിന്തിച്ച്, ഇങ്ങനെ ഭാവന ചെയ്ത്, ഇങ്ങനെ തത്വവിചിന്തനം ചെയ്ത് നിൻ്റെ മനസ്സിൽ തോന്നുന്ന വൈവിധ്യങ്ങളെ എല്ലാറ്റിനെയും ഒരുപോലെ ഒന്നാക്കി തീർക്കൂ എന്നാണ്. അപ്പോൾ അവിടെ ചെയ്യൂ എന്നാണ് ഉപദേശം. ഞാൻ എന്നൊരു വാക്കിന് അവിടെ പ്രസക്തിയില്ല. നീ എന്നുള്ള വാക്കിനെ പ്രസക്തിയുള്ളൂ. ഈ ശ്ലോകത്തിൽ ഇപ്പോൾ പറയണത് എന്താ? ആകാശവത് അനന്തോഹം എന്നാണ്. ആകാശത്തിനെ പോലെ അനന്തനാണ് ഞാൻ. അഷ്ടാവക്രൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ആകാശത്തെ പോലെ അനന്തനാണെന്നല്ല, നീ ആകാശത്തെ പോലെ അനന്തനാണെന്നാണ് ഇതുവരെ ഉപദേശിച്ചു വന്നത്.
അപ്പോൾ ഈ അധ്യായം ആര് പറഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ശരിയായിട്ടുള്ള മറുപടി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ കാണാം. ആകാശവദനന്തോഹം ഘടവത് പ്രാകൃതം ജഗത്. ജനകൻ അതിബുദ്ധിമാനായിരുന്നു, ജ്ഞാനിയുമായിരുന്നു. അഷ്ടാവക്രനോട് ചോദിക്കുന്ന സമയത്തും ജനക മഹാരാജാവിന് ആത്മജ്ഞാനം ഒരു പക്ഷേ ധാരാളം അല്ലെങ്കിൽ നല്ല ഒരു മാത്രയിൽ ഒരളവിൽ ഉണ്ടായിരുന്നിരിക്കണം. അതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിസൂക്ഷ്മമായ ബുദ്ധിയുള്ള ആൾ, നല്ല ആത്മാർത്ഥതയുമുള്ള ഒരാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് അത് വേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ ആ പറയുന്നത് മുഴുവൻ സ്വാനുഭവമായി തീരും. അത്ര നല്ല ബുദ്ധിയോടും സൂക്ഷ്മതയോടും കൂടി കേട്ടപ്പോൾ ജനകൻ പറയുന്നതിനനുസരിച്ച് ആ പറയുന്ന വാക്കുകൾ ഉൾക്കൊണ്ട് തൻ്റെ മനസ്സിൽ പ്രതിഫലിച്ച് അതേമാതിരിയുള്ള അനുഭവം ജനകനുണ്ടായി. ആ ഉണ്ടായത് ഇതിന് മുൻപും അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ ഇത് ജനക മഹാരാജാവ് പറയുന്നത് തന്നെയാണ്. കാരണം ഞാൻ എന്നുള്ള വാക്കോട് കൂടിയിട്ടാണ് പറയുന്നത്. ആകാശവദനന്തോഹം, ആകാശത്തെപ്പോലെ അനന്തനാണ് ഞാൻ നിങ്ങളോട് പറയണു. ഇവിടെ എല്ലാവരും കൂടി ഓംകാരം ജപിക്കൂ. ആ ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വിശാലമാകണം. എത്രത്തോളം? ഭൂഗോളത്ത് മുഴുവനും എത്താവുന്ന തരത്തിൽ ഒരു വിശാലത നിങ്ങൾ സ്വയം രചിക്കണം, അനുഭവിക്കണം. അങ്ങനെ ആയിത്തീരണം എന്ന് പറയുന്നുണ്ടല്ലോ. മനസ്സിന് അങ്ങനെ ആവാനുള്ള ശക്തിയുണ്ട്. എന്നോട് ആരും ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല, സ്വാമിജി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സത്രയ്ക്ക് വിശാലമാവുന്നുണ്ട് കേട്ടോ, എനിക്കങ്ങനെ അനുഭവപ്പെട്ടു എന്ന് ഒരാൾ ഇവിടെ പറഞ്ഞില്ല. പക്ഷേ ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പറയാണ്, അങ്ങ് പറയണത് ശരിയാണ് മഹർഷേ. അത് പറഞ്ഞ് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലും അതിനനുസരിച്ച് അനുഗുണമായിരിക്കുന്ന ഒരു വൃത്തിവിശേഷം ഉണ്ടാവണു. അങ്ങനെ ഒരു അനന്തമാനം എനിക്കും അനുഭവപ്പെടുന്നു. ആകാശവത്. ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മൾ ഇരിക്കണത് ഭൂമിയിലാണ്. ഈ ഭൂമി ചെറിയ ഒരു ഗോള, ഒരു പുളിയങ്കുരോളം കൂടി ഇല്ല. അത് ഒരു മഞ്ചാടി കുന്നിക്കുരോളേ ഉള്ളൂ. ആ ഭൂമിയുടെ ചുറ്റുമാണ് വായു, വായുവിൻ്റെ ചുറ്റുമാണ് ആകാശം. ആകാശം സൂക്ഷ്മമായതിനാൽ വായുവിലും ഭൂമിയിലുമുണ്ട്. ആ ആകാശത്തിലാണ് ചിന്നിച്ചിതറിക്കിടക്കുന്ന ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ. ഈ ആകാശം അതിൻ്റെ സൂക്ഷ്മതയാൽ സർവവ്യാപകമാണ്. ഈ വിസ്തൃതമായിരിക്കുന്ന പ്രപഞ്ചത്തെ നോക്കിക്കണ്ട് അനുഭവിക്കുന്ന നമ്മൾ, ഈ അനുഭവം പ്രതിഫലിക്കുന്നതും ഉണ്ടാകുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ ഉൾക്കോശത്തിലാണ്. അപ്പോൾ ആ ഉൾക്കോശത്തിൽ ഈ ആകാശത്തോളമുള്ള ആ വിശാലത അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ആകാശസമമാവുന്നില്ലേ? When you are looking at an object, the object is getting reflected in your mind. And all objects, including the different stars, a number of planets and celestial bodies hovering in the sky, all of them are perceived and actualized in the form of an experiential vision within your own body. When you are experiencing this wonderful and extensive sky and the objects hovering there, what does it mean? You have become the sky. In experience, your mind has become the sky. Only by becoming, the mind is able to give you the feeling and the touch of the sky. എന്തിനെ കാണുമ്പോഴും ആ അനുഭവം അങ്ങോട്ട് വരുമ്പോൾ, ഒരു ആനയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനയെ കണ്ട അനുഭവം പൂർണ്ണമായിട്ടുണ്ട്. ഈ അനുഭവം എവിടെയാണ് ഉദിക്കുന്നത്? ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സൊരു ആനയുടെ പതിപ്പങ്ങനെ പൂർണ്ണമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ആന മനസ്സിൻ്റെ ഉള്ളിലാണ്, മനസ്സ് ആനയായി. അതുപോലെ ഈ വിശാലമായിരിക്കുന്ന ആകാശം തൻ്റെ ഉള്ളിലായി താനതായിത്തീരുകയാണ്. അതാണ് ഇവിടെ ജനകൻ പറയുന്നത്. ആകാശവദനന്തോഹം ഘടവത് പ്രാകൃതം ജഗത്. നല്ലോണം കേട്ടോളൂ നിങ്ങൾ. ഘടവത് പ്രാകൃതം ജഗത്. ഈ കാണുന്ന ജഗത്തുണ്ടല്ലോ, ഞാൻ ഈ നോക്കിക്കാണുന്ന ജഗത്ത്, അതൊരു കുടം പോലെയേ ഉള്ളൂ. ശരിയായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് വിചിന്തനം ചെയ്ത് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ
ഈ പ്രപഞ്ചത്തിനൊരു കുടത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ. ആ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന ആ ആകാശമുണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സാണ്. നമ്മൾക്കൊരു കടുകിനെ കാണാം, ഒരടയ്ക്ക കാണാം, ഒരു മാങ്ങയെ കാണാം, ഒരു ചക്കയെ കാണാം, ഒരു പർവ്വതം കാണാം, ഒരു സമുദ്രം കാണാം, ഒരു ആകാശവും കാണാം. ഇതൊക്കെ കാട്ടിത്തന്ന അനുഭവ രൂപത്തിൽ നിഴൽ പോലെ ആക്കി തരുന്നത് നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ കടുകിനെ കാണുമ്പോൾ കടുകോളം, ആകാശത്തെ കാണുമ്പോൾ ആകാശത്തോളം അങ്ങനെ ആവുന്ന മനസ്സുണ്ടല്ലോ. ആ മനസ്സിൽ ഈ ഗോപുരം മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താ, ചെറിയ ഒരു കുടം പോലെ പൊന്തിക്കിടക്കുകയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ അഷ്ടാവക്ര മഹർഷി, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് I am not the limited body, but I am the infinite sky or space, which is reflected, which is realized within the body, and my body and the entire world are like a jar in this infinite sky. അപ്പോൾ പ്രപഞ്ചം ഒരു കുടം പോലെയും താൻ ഒരു ആകാശം പോലെയും ആയിരിക്കണമെന്നാണ് പറയണത്. നമ്മുടെ ശരീരം ഈ ലോകത്തോട് തട്ടിച്ചു നോക്കിയാൽ വളരെ നിസ്സാരമോ ചെറുതോ ആണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ശരീരം നമുക്കുണ്ടാക്കി തരുന്ന ആകാശാനുഭവം, വിശാലാനുഭവമുണ്ടല്ലോ. ആ വിശാലാനുഭവത്തിൽ ഈ സ്ഥൂല പ്രപഞ്ചം മുഴുവനും ഒരു കുടം പോലെ, ഒരു മൺപാത്രം പോലെ പരിമിതമായിട്ടാണ് കാണുന്നത്. What is true of the body is completely invalidated by the mind and the mental experiences we have. The mind and the mental experiences are such that they have no relationship with the limitation the body imposes on us. ഒരു തരത്തിലും അവിടെ ശരീരത്തിന് സ്ഥാനമില്ല. മനസ്സാണ് അവിടെ വിശാലം. ആ വിശാലതയിൽ ഈ കാണുന്ന പ്രപഞ്ചം, ഇന്ദ്രിയങ്ങൾ കാട്ടിത്തരുന്ന പ്രപഞ്ചം നിസ്സാരമായ കുടം പോലെയാണ്. അതുമാത്രമല്ല ആകാശം എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. നമ്മളൊരു കുളത്തിൽ കൊണ്ടുപോയി ഒരു കുടമിട്ടാൽ ആ കുടത്തിൽ വെള്ളം നിറയും. പക്ഷേ ആ കുടത്തിൻ്റെ മതിൽ ഈ വെള്ളത്തിനെ വിഭജിച്ച് നിർത്തുന്നതാണ്. എന്നാൽ ആകാശത്തിനെ വിഭജിച്ച് നിർത്താൻ നമുക്ക് പറ്റില്ല. ആകാശം ഓരോ അണുക്കളിലും ആണവികതയിലും എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. അപ്പോൾ കുടത്തിൻ്റെ ഭിത്തികൾക്ക് ആകാശത്തിന് വേർതിരിക്കാൻ സാധിക്കില്ല, അതിൽ വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഐ ആം പെർമിയേറ്റിംഗ് ആൻഡ് പെർവൈഡിങ് all the particles and majestic formations in the whole universe. ആകാശം എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിസൂക്ഷ്മമായ അംഗങ്ങളിലും ബൃഹത്തായിരിക്കുന്ന അഗ്രഗേറ്റിലും എല്ലാം ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്നവനാണ്. വിധിജ്ഞാനം തഥൈതസ്യ ന ത്യാഗോ ന ഗ്രഹോലയഃ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സംസാരിക്കട്ടെ. ഇത് ജ്ഞാനം തഥൈതസ്യ. എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള അനുഭവം ഇതാണ്, എൻ്റെ മനസ്സിനെ പറ്റിയിട്ടുള്ള അനുഭവം ഇതാണ്. എൻ്റെ ഉൾവ്യക്തിത്വം ശരീരത്താൽ പരിമിതമല്ല, ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ആകാശം എങ്ങനെ എല്ലാ 4 ഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നുവോ അതേപോലെ എൻ്റെ മനസ്സ് ശരീരത്തിലും അതിനപ്പുറവും വ്യാപിച്ചിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു സൂക്ഷ്മ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാവുന്നു. ആ സൂക്ഷ്മ സാന്നിധ്യത്തിൽ അതൊന്നിനെയും ഗ്രഹിക്കുന്നില്ല, പിടിക്കുന്നില്ല. ആകാശം എന്തിനെങ്കിലും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ? ഒരു കുടമുണ്ടെങ്കിൽ ആ കുടം അവിടെയുണ്ട്, ആ കുടത്തിൻ്റെ ഉള്ളിലും പുറത്തും ഒരുപോലെ വ്യാപിച്ചു കിടക്കണം. ആ കുടത്തിൻ്റെ നിൽപ്പ് ആകാശത്തിനെ മുറിക്കണില്ല, ആകാശം അതിനെ ആലിംഗനം ചെയ്ത് നിൽക്കണില്ല. അത് ഉള്ളിലും പുറത്തും ഒരുപോലെ വ്യാപിച്ചു കിടക്കുകയാണ്, വെള്ളം പോലെയല്ല. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ന ത്യാഗോ ന ഗ്രഹോലയഃ. ഞാൻ എന്തിനെ ഗ്രഹിക്കാനാണ്, എന്തിനെ ഉപേക്ഷിക്കാനാണ്? എന്തിനെങ്കിലും ഒന്നിനെ ഗ്രഹിക്കുമ്പോഴാണോ ഉപേക്ഷിക്കണം എന്നുള്ളൊരു തോന്നലോ ഉപേക്ഷിച്ചു എന്നുള്ള അനുഭവമോ വരുള്ളൂ. എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ആകാശം ഈ പഞ്ചഭൂതങ്ങളിൽ 4 ഭൂതങ്ങളെയും അത് ഗ്രഹിക്കുക, ഉൾക്കൊള്ളുക അങ്ങനെ ഒന്നുമില്ല.
അതിനെ വിടണ ചോദ്യവും അപ്പോൾ വരണില്ല. അങ്ങ് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം വിട്ടുകളയൂ ത്യജിക്കൂന്ന്. ആ ത്യജനം എപ്പോഴാണ്? ഗ്രഹണം ഉള്ളപ്പോഴാണ്. ആകാശം ഒന്നിനെയും ഗ്രഹിക്കാത്തത് കൊണ്ട് ത്യജനം പ്രസക്തമല്ല. അതൊരു ഭാവനയിൽ വരുന്ന തെറ്റാണ്. അവനവൻ്റെ ഉള്ളിലുള്ള ആ നില ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടും അനുഭവിക്കാത്തത് കൊണ്ടുമാണ്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നു, ഐ ആം ദി ഇൻഫിനിറ്റ് സ്പേഷ്യൽ പ്രസൻസ്. ആകാശസമമാണ് എൻ്റെ ഉള്ളിലുള്ള വ്യക്തിത്വം, എൻ്റെ ഉള്ളിലുള്ള നിലവ്. അതിൽ ഈ ഭൂമി അടക്കം പഞ്ചഭൂതങ്ങളിൽ ഒന്നിനെയും അത് ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഒന്നിനെയും അതിന് വിടാനുമില്ല. അങ്ങനെ ത്യാഗഗ്രഹണവർജിതനായി, ത്യാഗഗ്രഹണമുക്തനായി പരിലസിക്കുന്നവനാണ് ഞാൻ. ഇതാണ് ജനക മഹാരാജാവിൻ്റെ അനുഭവം. നോക്കൂ, പറയണത് കേൾക്കണേ ഉള്ളൂ. ഈ അനുഭവം നിങ്ങൾ ഒരു പക്ഷേ വായിച്ചാൽ നിങ്ങൾക്കുണ്ടാവില്ല. പുസ്തകം ജഡമാണ്. ആ ജഡപുസ്തകത്തിലുള്ള വരികളെ നോക്കി നിങ്ങൾ വേണം അതിനെ സജീവമാക്കാൻ. അത് സാധിച്ചു എന്ന് വരില്ല. നേരെ മറിച്ച് ഒരു ഗുരു, ഒരു പ്രാജ്ഞൻ, ഒരു തത്വജ്ഞൻ, ഒരു തജ്ഞൻ, ഒരു വിജ്ഞൻ, ഒരു വിശേഷജ്ഞൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ മുൻനിർത്തി സംസാരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഒരാൾ നിങ്ങളുടെ മുൻപിലിരുന്ന് സ്നേഹമസൃണമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംസാരിക്കുമ്പോൾ പ്രകൃത്യാ നിങ്ങൾക്കതിലൊരു പ്രതിബദ്ധതയും ഒരു സ്വീകരണവും ഉണ്ടാവും. അപ്പം അത് ശരിയാണെന്ന് നമുക്ക് തോന്നും. അതാണ് ആചാര്യമുഖാദേവ അവഗന്തവ്യം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഒരു ആചാര്യൻ്റെ മുഖത്തിൽ നിന്ന് വേണം ഇത് മനസ്സിലാക്കാൻ എന്ന് വളരെ വ്യക്തമായി പറയുന്നു നമ്മുടെ ശാസ്ത്രം. ഞാനിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഇവിടെ മേടയിലിരുന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ഒരു സ്വാമി പറയുകയാണ്. അപ്പോൾ ആ സ്വാമി പറയുമ്പോൾ നമ്മളെപ്പോലെ ഒരാൾ പറയുന്നു. ആ പറയുമ്പോൾ അത് ശരിയാവണം എന്നുള്ളൊരു തോന്നൽ വരും. അത് ഉൾക്കൊള്ളണം എന്ന് തോന്നും. തോന്നിക്കഴിഞ്ഞാൽ ആ പറയുന്ന അക്ഷരങ്ങളും വാക്കുകളും സന്ദേശങ്ങളും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ പൊന്തി അനുഭവ രൂപത്തിൽ അങ്ങനെ ഉദിച്ചു വരികയായി. കൃഷ്ണൻ പറഞ്ഞപ്പോൾ പറഞ്ഞ ഓരോരോ വാക്യങ്ങളും മനസ്സിലാക്കി അർജുനൻ അപ്പപ്പം സംശയമുള്ളത് ചോദിച്ചു തുടങ്ങി. 2-ാം അധ്യായം ഏതാണ്ട് മുഴുവനാവുന്നതിന് മുൻപ് അർജുനൻ ചോദിച്ചു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീഃ കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. ഇത് കൃഷ്ണൻ്റെ വാക്കുകളല്ല, അർജുനൻ്റെ വാക്കുകളാണ്. അർജുനൻ്റെ മനസ്സിൽ സ്ഥിതപ്രജ്ഞൻ എന്നൊരു സങ്കല്പം, ഒരു പ്രത്യയം ഉദിച്ചു. അതെന്താണെന്ന് ചോദിക്കുക. സ്ഥിതധി. ഇങ്ങനെ സ്ഥിതപ്രജ്ഞൻ വേറെ, സ്ഥിതധി വേറെ, രണ്ടുപേർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒരാൾ സ്ഥിതപ്രജ്ഞനാകുന്നത് എപ്പോഴാണ് സ്ഥിതധിയാവുക എന്നുള്ള ഈ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അതിനെ അർജുനനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. കൃഷ്ണൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ അർജുനൻ ചോദിക്കുമെന്ന്. കൃഷ്ണൻ പറഞ്ഞത് മുഴുവൻ കേട്ട് ഗ്രഹിച്ചതിൻ്റെ ഫലം പ്രത്യക്ഷമായിട്ട് അവിടെ കാണുക. അതേമാതിരി ഇവിടെ ജനക മഹാരാജാവ് പറയുകയാണ്, അങ്ങ് പറഞ്ഞത് ഞാൻ വേണ്ടതുപോലെ കേട്ടു മഹർഷയെ, എനിക്ക് മനസ്സിലായി. എനിക്ക് പറയാനുള്ളത് ഇവിടെ ത്യജിക്കേണ്ട ചോദ്യമില്ല, ഞാൻ ഗ്രഹിച്ചിട്ടില്ലാത്തത് കൊണ്ട്. ആകാശം എന്തിനെങ്കിലും ഗ്രഹിക്കുമോ? ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒതുക്കി ഇങ്ങനെ നിർത്താൻ പാത്രത്തിൻ്റെ വക്കും അതിൻ്റെ മതിലും അനുവദിക്കും. അതേ പാത്രത്തിൽ ഒരു ആകാശത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഇല്ല. ആകാശം പാത്രത്തിൻ്റെ ഉള്ളിലും പാത്രത്തിൻ്റെ മതിലുണ്ടല്ലോ ആ വക്കിലും എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. അങ്ങനെ സർവവ്യാപകമായ ആകാശം ഒന്നിനെ ഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ത്യജിക്കേണ്ട ചോദ്യമുണ്ടോ മഹർഷേ? അപ്പോൾ എൻ്റെ അനുഭവം, ഞാൻ ഗ്രഹിക്കാത്തവനാണ്, ഗ്രഹിച്ചിട്ടില്ലാത്തവനാണ്, എനിക്ക് ഗ്രഹണം സംഭവിക്കുന്നില്ല, പിന്നെ ത്യജനവും ആവശ്യമില്ല. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? നോക്കൂ എന്താണ് ഈ പറയുന്നതെന്ന്. ന ത്യാഗോ ന ഗ്രഹോ ലയ. അങ്ങനെ ത്യാഗവുമില്ല ഗ്രഹണവുമില്ല. പിന്നെ എന്നോട് എല്ലാറ്റിനെയും ഉള്ളിൽ ലയിപ്പിക്കൂ എന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനെ എവിടെ ലയിപ്പിക്കാനാ? മനസ്സിൽ ചിന്തകളിങ്ങനെ വരുന്നു, ഭാവങ്ങളിങ്ങനെ വരുന്നു, ആലോചനകളിങ്ങനെ വരുന്നു. അതെങ്ങനെ വന്നു അതേപോലെ അവിടെ അമർന്നു പോണു. ഞാൻ ലയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ.
മനസ്സ് ചിന്തിക്കാൻ തോന്നുമ്പോൾ ചിന്തിച്ചോട്ടെ, ചിന്തകൾ ഉദിക്കട്ടെ, നിൽക്കട്ടെ, അസ്തമിക്കട്ടെ, വേറെ ഒരു ചിന്ത തസ്ഥാനത്ത് വരട്ടെ. അങ്ങനെ എത്ര ചിന്തകൾ വന്നാലും പോയാലും ഒരൊറ്റ ചിന്ത അവിടെ നിലനിൽക്കുന്നില്ലല്ലോ. മനസ്സ് മാത്രമല്ലേ ഉള്ളൂ. അവിടെ എന്താണ് എനിക്ക് ഗ്രഹിക്കാനോ ത്യജിക്കാനോ ഉള്ളത്? ഏതെങ്കിലും ഒരു ചിന്തയെ കെട്ടിപ്പിടിച്ച് പുൽകി കുറച്ചു നേരം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ നിലനിർത്താൻ പറ്റുമോ? ചിന്ത എന്താണെന്ന് എനിക്ക് അറിയാമോ? മനസ്സെന്താണെന്ന് അറിയാമോ? മനസ്സുകൊണ്ട് ചിന്തയെ ഗ്രഹിച്ച് പിടിച്ചു നിർത്തുക എന്ന് പറയണത് ഇത് ഭൗതികമോ ഫിസിക്കലോ അല്ലല്ലോ. ഇത് അകത്ത് നടക്കുന്ന ചേതനാമയത്തിലുള്ള പ്രതിഭാസങ്ങളോ പ്രകടനങ്ങളോ ആണല്ലോ. അവിടെ ഈ ഗ്രഹണമോ ത്യജനമോ രണ്ടും പ്രസക്തിയില്ല. അതിങ്ങനെ വരണു പോണു. എന്താണ് ചിന്ത? അറിയില്ല. എവിടെയാണ് നിൽക്കുന്നത്? അറിയില്ല. എവിടെ നിന്ന് ഉദിച്ചു? അറിയില്ല. എവിടെയാണ് പോണത്? അറിയണില്ല. അതിങ്ങനെ പ്രകടനമായി ഇങ്ങനെ നടക്കണു. സൂര്യൻ്റെ പ്രകാശം പോലെ, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെ, കാറ്റിൻ്റെ ഊതൽ പോലെ, വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ മനസ്സും അതിൻ്റെ പാട്ടിൽ വിചിന്തനം നടത്തുന്നു. അതിലെനിക്ക് പ്രത്യേകമായിട്ട് ഗ്രഹിക്കുക എന്നൊന്നുമില്ല. പിന്നെ ത്യജിക്കേണ്ടതുണ്ടോ? രണ്ടുമില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ന ത്യാഗോ ന ഗ്രഹോ ലയ. ഞാൻ ഒന്നിനെയും പിടിച്ച് ലയിപ്പിക്കാൻ അവിടെ പുറപ്പെടുന്നില്ല. ഞാൻ പുറപ്പെടാതെ തന്നെ ഉയർന്ന ചിന്തയൊക്കെ പെട്ടെന്ന് അസ്തമിക്കുന്നു. ചിന്തേ താൻ അസ്തമിക്കണോ എന്ന് പറഞ്ഞിട്ട് വേണ്ട. ഉദിച്ച ചിന്ത അസ്തമിക്കുന്നു, വേറെ ഒരു ചിന്ത ഉദിക്കുന്നു, ഉടൻ അസ്തമിക്കുന്നു. അങ്ങനെ ഉദയാസ്തമനങ്ങൾ ചിന്തയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കെ ഞാൻ എന്തിനാ പിടിച്ചു നിർത്തണത്? ഇനി എല്ലാം ലയിച്ചു പോണോ? അതും നടക്കണു. വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ 7 മണിക്കൂർ നേരം ഞാൻ ഒരു ചിന്തയുമില്ലാതെ നിശ്ചിന്തതയിൽ ആണ്ട് കിടക്കുകയാണ്. ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അത് സ്വയം ഉണ്ടാവുന്നു. അപ്പോൾ ദീർഘകാലികമായിരിക്കുന്ന ലയവും എനിക്ക് സംഭവിക്കുന്നുണ്ട് 7 മണിക്കൂർ. ചില്ലറ ലയങ്ങൾ ജാഗ്രത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ ഈ വിശേഷ ലയം എന്താണ് മഹർഷയെ? ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണാനില്ലല്ലോ. പ്രകൃതി സഹജമായിട്ടുള്ള പ്രവൃത്തികൾ അങ്ങനെ നടക്കണു. അത്രയേ ഉള്ളൂ. ആകാശവദനം തോഹം ഘടവത് പ്രാകൃതം ജഗത് ഇതി ജ്ഞാനം തഥൈതസ്യ ന ത്യാഗോ ന ഗ്രഹോലയഃ. മഹോദധിരിവാഹം സഹ പ്രപഞ്ചോ വീചിസന്നിഭഃ. ഇതി ജ്ഞാനം തഥൈതസ്യ ന ത്യാഗോ ന ഗ്രഹോലയഃ. ജനക മഹാരാജാവ് നിർത്തുന്നില്ല. ഒന്നാന്തരം വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അധ്യാപകനെ സന്തോഷിപ്പിക്കത്തക്ക തരത്തിൽ അസ്സലായിട്ട് സംസാരിക്കുന്നു. അങ്ങയുടെ ഉപദേശം 1 10 100 എന്നിൽ പ്രതിഫലിച്ചിരിക്കുന്നു. ഇതാണ് മഹർഷയെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ്. മഹോദധിരിവാഹം സഹ പ്രപഞ്ചോ വീചിസന്നിഭഃ. ഇതി ജ്ഞാനം തഥൈതസ്യ ന ത്യാഗോ ന ഗ്രഹോലയഃ. ആദ്യം പറഞ്ഞു ഞാൻ ആകാശസമമാണ്. അതിൽ പ്രപഞ്ചം മുഴുവനും ഒരു കുടം പോലെ ഭൗതികമായിരിക്കുന്ന ഒരു സ്ഥൂല വസ്തുവാണെന്ന്. ഇവിടെ പറയുന്നത് എന്താ? ഞാനൊരു വലിയ സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിങ്ങൾ എൻ്റെ ഒപ്പമുണ്ടോ? ഉവ്വോ. ആ സമുദ്രം ജലമയമായ സമുദ്രത്തിൽ ജലമയമായ വീജികൾ പോലെയാണ് ഈ പ്രപഞ്ചം. ആദ്യം പറഞ്ഞതിൽ താൻ ആകാശവും പ്രപഞ്ചം ഒരു കുടവുമാണെന്ന് പറയുന്നു. ആ കുടത്തിൽ വ്യാപിച്ചിട്ടുണ്ട് എന്ന്. കുടം അതിൻ്റെ പാട്ടിൽ അവിടെ ഇരുന്നോട്ടെ, ഞാനിങ്ങനെ വ്യാപിച്ചിരിക്കണു എന്നാണ് പറയണത്. ഇവിടെ പറയണതോ ജലാശയം പോലെ സമുദ്രം പോലെയാണ് ഞാൻ. അതിൽ ഈ പ്രപഞ്ചം എന്ന് പറയണത് വീജിയാണ്. അതിൽ വരുന്ന തരംഗമാണ്. ആ തരംഗവും സമുദ്രവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എങ്ങനെ സമുദ്രം ജലമയമോ അങ്ങനെ തരംഗവും ജലമയം തന്നെ. വാസ്തവത്തിൽ അവിടെ തരംഗം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്താ കാരണം? ജലമയമായ സമുദ്രത്തിൽ ആ ജലമല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല.
ഏതെങ്കിലും ഒരു തരംഗം ഉണ്ടായി അത് അവിടെ ഇങ്ങനെ തനിപ്പെട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടായി അമർന്നു, ഉണ്ടായി അമർന്നു. കുറച്ച് കഴിഞ്ഞാൽ തരംഗം തന്നെ നിന്നു. ഞാൻ നോക്കിക്കാണുമ്പോൾ ജലമയമായ സമുദ്രം മാത്രമേ ഉള്ളൂ. പ്രപഞ്ചോ വീചി സന്നിഭ ഇത് ജ്ഞാനം തഥൈതസ്യ. ഇതാണ് എനിക്ക് തോന്നുന്ന അറിവ്. അപ്പം അവിടെ രണ്ടാമതൊരു പ്രോഡക്റ്റ്, ഒരു വസ്തുവിശേഷം അവിടെ ഇല്ല. സ്ഥൂലത്വം തന്നെ അവിടെ ഇല്ല. പ്രപഞ്ച ഞാൻ എങ്ങനെ സമുദ്രമയമോ അതേപോലെ പ്രപഞ്ചവും സമുദ്രമയം, ജലമയം തന്നെയാണ്. അന്യവസ്തു അതവിടെ ഉണ്ടായിട്ടില്ല. അതൊരു പ്രതിഭാസം മാത്രമാണ്. അതുകൊണ്ട് എന്തിനു ഞാൻ ലയിപ്പിക്കും? തരംഗം വേറെ ഉണ്ടെങ്കിലല്ലേ എന്നിൽ ലയിപ്പിക്കണ്ടു. തരംഗം എന്നിൽ നിന്ന് വ്യത്യസ്തമല്ല, സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തമേ അല്ല. സമുദ്രത്തിൽ തന്നെ ഒരു വകഭേദമാണ് ഈ തരംഗം. അപ്പോൾ അവിടെ ലയിപ്പിക്കാനായിട്ടൊന്നുമില്ല. ലയനവും സാധ്യമല്ല, ആവശ്യവുമില്ല, അപ്രസക്തവുമാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്ത എന്ന് പറഞ്ഞ ഒരു ശകലം പുറപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ അതിൽ ലയിപ്പിക്കുന്ന ചോദ്യമുള്ളൂ, അല്ലെങ്കിൽ ഇല്ലല്ലോ. ഇത് ജ്ഞാനം തഥൈതസ്യ. ഇതാണ് എനിക്ക് തോന്നുന്നത്, ഇതാണ് എൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന അറിവ്. ന ത്യാഗോ ന ഗ്രഹോ ലയ. അതുകൊണ്ട് എവിടെയാണ് ത്യാഗം, എവിടെയാണ് ഗ്രഹണം, എന്തിനാണ് ലയം, എവിടെ എന്ന് ചോദിച്ചു നിർത്തുന്നു. ശരി. ജയതു ജയതു ദേവോ ദേവകീനന്ദനോയം. ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ. ജയതു ജയതു മേഘശ്യാമളഃ കോമലാംഗോ. ജയതു ജയതു പൃഥ്വീഭാരനാശോ മുകുന്ദ. ഹരി ഹരി ഹരി. എല്ലാവർക്കും കൂടി ഒരു ഓങ്കാരം ജപിക്കാം. സമാപനം. തയ്യാറായിക്കോളൂ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.